ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഴനി ആദിയോഗി ഓട്ടം പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിത് ആളൊക്കെ കയറ്റി വണ്ടി പതുക്കെ എടുത്തു. നമ്മുടെ അടുത്തുള്ള ചെറിയ റോഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ 6:30 കഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ആലുവ എത്തിയിരിക്കുകയാണ്. ആലുവ മെട്രോ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊരട്ടിയിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിർത്തിയേക്കുവാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ആദ്യത്തെ ടോൾ പ്ലാസയായ നമ്മുടെ പാലിക്കര ടോൾ പ്ലാസ എത്തിയിരിക്കുകയാണ്. നേരെ ഫ്രണ്ടിൽ കാണാനാണ് നമ്മുടെ പാലിക്കര ടോൾ പ്ലാസ. നല്ലപോലെ കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കുതിര തുരങ്കം കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ രണ്ടാമത്തെ ടോൾ പ്ലാസയായ പന്നിയങ്കര എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ കയറിയപ്പോൾ തന്നെ നല്ല അടിപൊളി റോഡാണ്. ഒട്ടും തിരക്കില്ലാതെ നല്ല അടിപൊളി ഹൈവേ. അപ്പോൾ നമ്മളങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ഹൈവേയിൽ നിന്ന് നേരെ പഴനി റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു 2-3 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പഴനി എത്തിയിട്ടുണ്ട്. പഴനി ടൗൺ. നമ്മൾ RVS ലോഡ്ജിലാണ് റൂമൊക്കെ പറഞ്ഞേക്കണം. ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ പഴനി നമ്മുടെ RVS ലോഡ്ജിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഡിക്കിയൊക്കെ തുറന്നിട്ടേക്കാണ്. ആൾക്കാർ സാധനം എടുത്തിട്ടിരിക്കുവാണ്. നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു. കുറേ സാധനമൊക്കെ ഇറങ്ങി കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ റൂമിലേക്ക് വന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഇത് നമുക്ക് പഴനിമല കയറാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ തങ്കത്തേര് കാണാനായിട്ട് പഴനിമല കയറാൻ പോയത്. നല്ല മഴ. ഇപ്പോൾ എവിടെയെങ്കിലും കയറി നിൽക്കട്ടെ. തങ്കത്തേര് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നല്ല മഴയാണ്. മഴയൊന്ന് തോർന്ന് കിട്ടിയാലേ മേലെ കയറാൻ പറ്റുള്ളൂ. പോരാതിന് നല്ല ഇടിവെട്ടുമുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിത് പഴനിയിൽ നിന്ന് തിരിച്ചു പോയി നേരെ കോയമ്പത്തൂർ ആദിയോഗി. കോയമ്പത്തൂർ ചിലപ്പോൾ പർച്ചേസ് ചെയ്യാൻ നിർത്താൻ ചാൻസ് ഉണ്ട്. കോപ്പിറൈറ്റ് നല്ല രീതിക്ക് കിട്ടാൻ ചാൻസ് ഉറപ്പാണ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പൊള്ളാച്ചിക്കടുത്തുള്ളൊരു പമ്പിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ ഹൈവേയുടെ പണി നടന്നിട്ടിരിക്കുവാണ്. തിണ്ടുകൾ സേലം ഹൈവേ ആണ്.
അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇഷ ആദിയോഗിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇറങ്ങി അവരെന്തോ ഫോട്ടോ എടുക്കാനുള്ള എന്തോ ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ലൈറ്റ് ഷോ കാണാനായിട്ട് അങ്ങ് നടക്കുവാണ്. ഗൈസ് അപ്പം നല്ല തിരക്കാണ്. ലൈറ്റ് ഷോ കാണാനായിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം ഒരു 7 മണിയായിട്ടുണ്ട്. ഏകദേശം തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന് നമ്മുടെ ലൈറ്റ് ഷോ സ്റ്റാർട്ടായിട്ടുണ്ട്. Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they call him a yogi, as he was the first one, the Adi Yogi. ഇത് നേരിട്ട് കാണേണ്ട ഒരു സംഭവമാണ്. നേരിട്ട് കണ്ടാലേ അതിൻ്റെ ഒരു ഫീല് നമുക്ക് മനസ്സിലാവുള്ളൂ. നല്ല അടിപൊളി ലൈറ്റ് ഷോ ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ആദിയോഗിയിൽ നിന്ന് പോകുന്നു. ഇനി വാളയാർ വഴി നേരെ നാട്ടിലേക്കാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ കണ്ടൻസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.